മിസ്റ്റർ വിക്രം? യെസ്, വിക്രം കോർപ്പറേറ്റ്. മിസ്റ്റർ കുമാരൻ? അതെ സാർ, അത് ഞാൻ തന്നെയാണ്. ഓക്കെ, കാര്യങ്ങളെല്ലാം മിസ്റ്റർ ബാബു പറഞ്ഞു. അവരത്രയ്ക്ക് ഭയങ്കരമാണ്. ആണോ എന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ അവരെ കാണുന്നത് ഒരു മോഷണ ശ്രമത്തിനിടെയാണ്. ജനുവരിയിലെ ഒരു രാത്രി. കുട്ടികളായതുകൊണ്ട് ഞാൻ ആദ്യത്തെ അത്ര സീരിയസ് ആക്കിയില്ല. പക്ഷെ അവരൊരു പട്ടിക്കുട്ടിയും ചേർന്ന് എന്നെ അവിടുന്ന് ഓടിച്ചു. എന്നിട്ട് പിന്നീട് അവരെ കണ്ടില്ലേ? കണ്ടു, പലതവണ കണ്ടു. പിന്നീട് പലതവണ ഞാൻ അവർക്ക് പണി കൊടുക്കാൻ നോക്കിയെങ്കിലും എല്ലാം എനിക്ക് തന്നെ അവസാനം പണിയായി. അതാണ് ഇത്തവണ പുറത്തുനിന്ന് ഞാൻ ആളെ ഇറക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഇത്തവണ നമുക്ക് പൊളിക്കാം. പൊളിക്കണം, അല്ലെങ്കിൽ എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ നാട്ടിലെ ഗുണ്ടകൾക്കിടയിൽ എനിക്ക് വളരെ മോശം ഇമേജാണ്. ഇനിയെല്ലാം എനിക്ക് വിട്ടേക്ക്, ഞാൻ ഏറ്റു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് പറയണം. ഒറ്റ സജഷനേ എനിക്കുള്ളൂ. ഈ വരുന്ന വിഷുവിന് അവർ വലിയ ആഘോഷങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നടക്കരുത്. വിഷുവിൻ്റെ അന്ന് രാവിലെ കണി കാണാൻ അവരെ കിട്ടരുത്. സോ വിഷുവിൻ്റെ തലേന്ന് നമുക്ക് പണി കൊടുക്കണമല്ലേ? അത് വളരെ നല്ലൊരു സമയമാണ്. എന്താ സാറിൻ്റെ പ്ലാൻ? വിഷു ഒക്കെ അല്ലേ, നമുക്ക് കുറച്ച് പടക്കങ്ങൾ പൊട്ടിക്കാം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ബോംബ് മിക്സ് ചെയ്യാം. ഏത്? ഓ ഓ ഓ, അത് പൊളിക്കട്ടെ. ഇന്നാ പിടി, തൊട്ട് പിടി. പറഞ്ഞത്ര ഉണ്ടല്ലോ അല്ലേ? കറക്റ്റ് ഉണ്ട്, വേണമെങ്കിൽ എണ്ണിക്കോ. കുഴപ്പമില്ല, എനിക്ക് നിങ്ങളെ വിശ്വാസം. എന്നെ പറ്റിക്കാൻ മാത്രമുള്ള ധൈര്യം നിങ്ങൾക്കില്ലാന്ന് എനിക്കറിയാം. ഓക്കെ, എന്നാൽ ഞാൻ അങ്ങോട്ട് നീങ്ങിയാലോ? ഓക്കെ. ആ പിന്നെ ഒരു കാര്യം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണം. അവരെ ബെഡ്റൂമിൻ്റെ ജനൽ അന്ന് രാത്രി ഒന്ന് തുറന്നിട്ടേക്കണം. 아프죠? 아프다. കള്ള പരീക്ഷകളെ നിങ്ങളുടെ പണിയായിരുന്നല്ലേ? ഞാനിപ്പോ പേടിച്ച് ചത്തേനെ. അല്ല, ഇന്നാണോ വിഷു? നാളെ അല്ലേ? അതെ, പക്ഷെ ഞങ്ങൾ ആഘോഷം തുടങ്ങി കഴിഞ്ഞു. റോക്കറ്റ്, ചക്രം എല്ലാം ഉണ്ട്. പിന്നെ വിവിധ തരത്തിലുള്ള പടക്കങ്ങളുടെ ശേഖരം ഒക്കെ ഒന്ന് രാത്രി പൊട്ടിക്കണം. എനിക്ക് കുറച്ച് പഞ്ഞി അറേഞ്ച് ചെയ്ത് തരണേ, ചെവിയിൽ വെക്കാനാ. അല്ലെങ്കിൽ എനിക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റത്തില്ല. നീ ഇന്ന് ഉറങ്ങണ്ട, നമുക്ക് പൊളിച്ചടിക്കാം. എനിക്ക് പറക്കം കുന്ത്രാണ്ടോ ഒന്നും ഇഷ്ടമേ അല്ല. നിനക്ക് പിന്നെ ഏതാ ഇഷ്ടം? എനിക്കോ? എനിക്ക് ആകാശത്ത് പോയിട്ട് പൊട്ടുന്ന ഒരു സാധനം ഇല്ലേ, അത്. എല്ലാം വാങ്ങിയിട്ടുണ്ട്, നമുക്ക് രാത്രി പൊട്ടിക്കാം. ഉണ്ടോ? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. അത് നമുക്ക് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു മണി സമയത്ത് പൊട്ടിക്കാം. അതെന്തിനാ അത്രയും ലേറ്റ് ആക്കണേ? വൈകുന്നേരം ആകുമ്പോൾ ഒരുപാട് പേരുടെ റോക്കറ്റ് ഉണ്ടാവും ആകാശത്ത്. അതിനിടയിൽ നമ്മളത് കാണാൻ ഒരു രസം കിട്ടത്തില്ല. 1 മണി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളത് മാത്രം ഇങ്ങനെ ആകാശത്ത് കിടന്ന് പൊട്ടിത്തെറിക്കുന്ന കാണാൻ ഭയങ്കര രസമായിരിക്കും. അത് നിക്ക് പറഞ്ഞത് കറക്റ്റ്, നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഇത് അമ്മ അറിയരുത്, രഹസ്യമായിരിക്കണം. അമ്മ അറിയാൻ സമ്മതിക്കത്തില്ല. ആ അത് ശരി, അമ്മ അറിഞ്ഞ പ്രശ്നം. എന്താ അമ്മ അറിയണ്ടാത്തൊരു രഹസ്യ പ്ലാൻ? ഏയ് അതൊന്നുമില്ല, അത് വിഷുവിന് ഒരു സർപ്രൈസ് എന്ന കാര്യം. ആ അതെന്താന്നാ ചോദിച്ചേ, ഞാനും അറിയട്ടെ. പറഞ്ഞ സർപ്രൈസ് പൊളിയൂലേ, അമ്മ കാണും പറഞ്ഞാ മതി. വിഷുക്കണിക്ക് ചന്തി വല്ലതും കാണിക്കാനാണെങ്കിൽ ആണെങ്കിൽ അടുത്ത വിഷുവിന് അത് കാണിക്കാൻ കൊള്ളൂല. ഞാനത് ചട്ടുകം വെച്ച് പൊള്ളിക്കും. എന്നാ ഇതല്ല, ഇത് ഞങ്ങൾ വേറെ പ്ലാൻ ഇട്ടതാ. വല്ല തരികിട പരിപാടി ആണോടി? അല്ല, അതൊന്നല്ല, നാളെ രാവിലെ കാണാലോ. ശരി. എല്ലാം പൊളിഞ്ഞേനെ ഇപ്പൊ. എന്റെ അഭിനയത്തിൽ അമ്മ വീണു. നിന്റെ ഒരു അഭിനയം. എന്താ എന്റെ അഭിനയത്തിന്റെ കുഴപ്പം? എന്റെ അഭിനയം കണ്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം ഞെട്ടിത്തിരിച്ച് നിൽക്കണം. എന്നാ കുറച്ചു ദിവസം നിനക്ക് അഭിനയം നിർത്താൻ പറ്റുമോ? അവര് തരിപ്പൊന്ന് മാറിക്കോട്ടെ. ഓഹോ, ഇൻസൾട്ട്. എന്നോട് കളിച്ച നിങ്ങളുടെ മൂട്ടിൽ ഞാൻ പന്നിപ്പടക്കം വെച്ച് പൊട്ടിക്കിട്ടോ. ഇതെന്താ പടക്കം? അയ്യോ അയ്യോ, അമ്മേ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ ഇത്ത കഴിയല്ലേ.
എൻ്റെ അമ്മേ, എൻ്റെ ചെവി പോയി. ഓ. മതി മതി, ഇനി ബാക്കി നാളെ കത്തിക്കാം. ഇതിന്റെ പുക ശ്വസിച്ചിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു. ഒരു കമ്പത്തേരും കൂടി. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചക്രം കൂടെ. ഒന്നും വേണ്ട, ഇന്നിനി ആരും ഒന്നും പൊട്ടിക്കണ്ട. ഒന്നേ വന്നേ. ചേച്ചി, നമ്മുടെ പ്ലാൻ അതൊക്കെയാണ്. ഞാൻ കൃത്യം 1 മണിക്ക് ദിയേനയും കൂട്ടി വരാം. ഉറങ്ങി പോയിട്ടില്ലെങ്കിൽ ഉറങ്ങിയാലും ആ സമയത്ത് എണ്ണീറ്റ മതി. അതൊക്കെ ഞാൻ ഏറ്റു. ഞാൻ എന്റെ വാച്ചിൽ അലാം വെച്ചിട്ടുണ്ട്, വൈബ്രേറ്റ് മോഡില്. അപ്പൊ സെറ്റ്. എന്നാ 1 മണിക്ക് കാണാം. ഓക്കെ ദിയമോളെ വാ, അപ്പത്തേനും നമുക്കൊന്ന് മയങ്ങാം. ആരാണ് പിന്നെ പടക്കം പൊട്ടിച്ചത്? അത് പൊട്ടാതെ കിടന്നൊരു പടക്കം അമ്മ. വേഗം പൊക്കോ പൊക്കോ. നാശം, ഈ പട്ടിക്കൊന്നും ഉറക്കൂല. എന്താ ഇവിടെ ഒരു മണം? ആ വല്ല പൂച്ചയായിരിക്കും. രാത്രി ശുഭരാത്രി. ഹോയ് ഹോയ് ഹോയ്. ആ നീ ഇതെവിടെ പോയതാ? ഞങ്ങൾ കൊറേ നേരമായി ഇവിടെ നിക്കണു. ഞാനൊന്ന് മൂത്രിക്കാൻ പോയി. 1 മണിയായോ? ആവുന്നേ ഉള്ളൂ. കറക്റ്റ് 1 മണിക്ക് തന്നെ കത്തിക്കണമെന്നില്ലല്ലോ. വേഗം വാ, ഇത് കഴിഞ്ഞിട്ട് വേണം ഉറങ്ങാൻ. എന്നാ കത്തിച്ചോ, ഞാൻ വന്നല്ലോ. ഞാനൊരു കുപ്പിയോ പൈപ്പോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ആരെന്തിനാ അതൊക്കെ? അത് റോക്കറ്റ് കുത്തി നിർത്താന്, എന്നാലല്ലേ നേരെ പോവുള്ളൂ. അപ്പുറത്തെ വീട്ടിലൊന്നും ചാടൂലല്ലോ. ഇത് നേരെ മുകളിലോട്ടേ പോവുള്ളൂ. എത്ര ഉണ്ട്? നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് കത്തിക്കാം. അതിനി ആകെ ഒരെണ്ണുള്ളൂ ബാക്കി. അയ്യോ, ഒരെണ്ണമുള്ളൂ. ഒരു 2-3 വേണമായിരുന്നു. ഒരെണ്ണം കിട്ടിയത് ഭാഗ്യം എന്ന് വിചാരിക്കുമ്പോഴാ 3 എണ്ണം. എന്തായാലും വേഗം കത്തിക്ക്, സമയം പോയി. സമയം വരും പോവും, നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട, അല്ലേ ചേച്ചി? പട്ടിക്കുട്ടിയുടെ അനക്കമൊന്നുമില്ലല്ലോ. പോയോ? എന്തായാലും വെച്ച് താമസിപ്പിക്കണ്ട, എല്ലാം കൂടി കത്തിച്ച് ജനലിൻ്റെ ഉള്ളിൽ കൂടെ വെക്കാം. ഓക്കെ, തീ കൊളുത്തിക്കോ. ഓ പോയി. ആകാശത്ത് ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും. എവിടെ പോയി? പൊട്ടുന്നില്ലല്ലോ. ചീറ്റി പോയോ? ചീറ്റിന്ന് തോന്നുന്നു. അയ്യേ, ഉറക്കൊഴിച്ച് വെറുതെ. ചിലപ്പോ പാടത്തിന്റെ ഓണറായിരിക്കും. വീട്ടിൽ സമാധാനം കിട്ടാനായിട്ട് വന്നാവും. ആരാന്ന് പോയി നോക്കാം. വാ. ആരാ ചേച്ചി? ആരും അവിടെ നിക്കുന്നുണ്ട്. എന്നാ ഒരു ഹാപ്പി വിഷു പറഞ്ഞേക്ക്. ആ ശരിയാ മാമോയ്, ഹാപ്പി വിഷു.